കായംകുളത്തു നിന്നുള്ള ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ലൈംഗികാതിക്രമം നടത്തിയതായി പരാതി. കായംകുളം സ്വദേശിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റുമായ സിനിൽ സബാദിനെതിരെയാണ് പരാതി. കൊല്ലം സ്വദേശിയായ 25-കാരിയാണ് പരാതി നൽകിയത്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് സിനിലിനോടടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഏപ്രിൽ 4-നാണ് യുവതി അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് പരിക്കേറ്റവരെ നാട്ടുകാർ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിൽ കയറ്റുന്നതിനിടെ മാറടത്തിൽ കടന്നു പിടിച്ചുവെന്നാണ് പരാതി. യുവതി ആശുപത്രിയിൽ എത്തിയ സമയത്ത് തന്നെ അവിടെ വിവരം പറയുകയും തുടർന്ന് പോലീസിൽ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും നടപടിയുണ്ടായില്ല. ആരോപണ വിധേയനായ സിനിൽ സബാദിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി മൊഴിയെടുത്ത ശേഷം വിട്ടയച്ചു. ഇത്തരമൊരു കേസായതിനാൽ കോടതി ഇടപെട്ട് നേരിട്ട് മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. IT പ്രൊഫഷണലായ യുവതിയും കൂട്ടുകാരിയും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന് പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ രക്ഷകനായി എത്തി സിനിൽ യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചതായാണ് ആരോപണം. തീർത്ഥാടന യാത്ര കഴിഞ്ഞു വന്ന യുവതിയും സംഘവും യാത്ര ചെയ്തിരുന്ന ഓട്ടോറിക്ഷ ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ആശുപത്രിയിൽ സിനിലും സുഹൃത്തും കൂടി ചെന്നിരുന്നു. തന്റെ അടുത്ത് നിന്ന് ഡോക്ടർ മാറിയപ്പോൾ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. പരാതി പിൻവലിക്കാൻ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നും പെൺകുട്ടി പറയുന്നു. സംഭവത്തിൽ ആലപ്പുഴ SP-യോട് DGP റിപ്പോർട്ട് തേടി. കായംകുളത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവാണ് സിനിൽ സബാദ്. സംഭവം വിവാദമായതിന് പിന്നാലെ സിനിൽ ഒളിവിൽ പോയിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. News 18 കായംകുളം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.